1993-ൽ മധു മുട്ടം രചന നിർവഹിച്ച് ഫാസിൽ സംവിധാനം ചെയ്ത ഒരു ചിത്രമാണ് മണിച്ചിത്രത്താഴ്. പ്രിയദർശൻ, സിബി മലയിൽ, സിദ്ദീഖ് ലാൽ തുടങ്ങിയവരും ഈ ചിത്രത്തിൻ്റെ സംവിധാനത്തിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. മലയാള സിനിമയിലെന്നല്ല ഓരോ സിനിമാപ്രേമികളും നെഞ്ചിലേറ്റിയ ലോക സിനിമയോട് കിടപിടിച്ച ഒരു ചിത്രമായിരുന്നു മണിച്ചിത്രത്താഴ്. 366 ദിവസം തുടർച്ചയായി തിയേറ്ററിൽ ഓടിയ ചുരുക്കം ചില സിനിമകളിലൊന്നായിരുന്നു മണിച്ചിത്രത്താഴ്. മലയാള സിനിമാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പണം വാരിക്കൂട്ടിയ ചിത്രം കൂടിയായിരുന്നു മണിച്ചിത്രത്താഴ്. ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും റീമേക്ക് ചെയ്യപ്പെട്ട ഈ ചിത്രം 32 വർഷം കഴിഞ്ഞിട്ടും ഇന്നും പുതുമയോടെ കാണാൻ പറ്റിയ ചിത്രമാണ്. ശോഭന, വിനയപ്രസാദ്, രുദ്ര തുടങ്ങിയവരാണ് ചിത്രത്തിലെ സ്ത്രീ കഥാപാത്രങ്ങൾ. മോഹൻലാൽ, സുരേഷ് ഗോപി, നെടുമുടി വേണു, തിലകൻ, ഇന്നസെൻ്റ്, കുതിരവട്ടം പപ്പു, ഗണേഷ് തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ. 2007-ൽ പ്രിയദർശൻ ഭൂൽ ഭുലയ്യ എന്ന പേരിൽ ഈ ചിത്രം ബോളിവുഡിലേക്ക് റീമേക്ക് ചെയ്തു. മോഹൻലാലും ശോഭനയും അഭിനയിച്ച കഥാപാത്രത്തിൽ അക്ഷയ് കുമാറും വിദ്യാ ബാലനുമാണ് അഭിനയിച്ചിട്ടുള്ളത്. അമീഷ പട്ടേൽ, ഷൈനി അഹൂജ, മലയാള താരം വിനീത് തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ. മണിച്ചിത്രത്താഴിൻ്റെ തമിഴ് റീമേക്കിൽ രജനികാന്ത്, പ്രഭു, ജ്യോതിക തുടങ്ങിയവരും കന്നഡയിൽ വിഷ്ണുവർദ്ധൻ, സൗന്ദര്യ തുടങ്ങിയവരുമാണ് അഭിനയിച്ചിട്ടുള്ളത്. 1989-ൽ ശ്രീനിവാസൻ രചന നിർവഹിച്ച് സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത ഒരു മികച്ച ചിത്രമാണ് വരവേൽപ്പ്. ഒരു ഗൾഫുകാരൻ ഗൾഫ് ജീവിതം മതിയാക്കി നാട്ടിൽ വന്ന് ഒരു ബസ് എടുക്കുന്നതും പിന്നീട് യൂണിയൻ നേതാക്കന്മാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ബസ് ജീവനക്കാരുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയാണ് ചിത്രത്തിൽ തമാശ രൂപേണ പറയുന്നത്. രേവതിയാണ് ചിത്രത്തിലെ നായിക. കൂടാതെ ശ്രീനിവാസൻ, തിലകൻ, മുരളി, ഇന്നസെൻ്റ്, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ജനാർദ്ദനൻ, ജഗദീഷ്, മാമുക്കോയ തുടങ്ങിയവരാണ് അഭിനയിച്ചിട്ടുള്ളത്. ബസ് ഡ്രൈവറായ ഇന്നസെൻ്റിൻ്റെയും ബസ്സിലെ കണ്ടക്ടറായ ജഗദീഷിൻ്റെയും തമാശകൾ നിറഞ്ഞ രംഗങ്ങളെല്ലാം വളരെ രസകരമായിട്ടുണ്ട്. നല്ല ഒരു സാമൂഹിക വിഷയം വളരെ തമാശ രൂപേണ പറയുകയാണ് സത്യൻ അന്തിക്കാടും ശ്രീനിവാസനും ചിത്രത്തിൽ ചെയ്തിരിക്കുന്നത്. കൈതപ്രം ജോൺസൺ, യേശുദാസ് ചിത്ര കൂട്ടുകെട്ടിലെ ദൂരെ ദൂരെ സാഗരം എന്ന ഒരു മനോഹരമായ ഗാനം ഈ ചിത്രത്തിലുണ്ട്. ഈ ചിത്രത്തിൻ്റെ ഹിന്ദി റീമേക്കായ ചൽ ചലാ ചൽ എന്ന ചിത്രം 2009-ലാണ് റിലീസായത്. മോഹൻലാലും രേവതിയും അഭിനയിച്ച കഥാപാത്രത്തിൽ ഗോവിന്ദയും റീമ സെന്നുമാണ് അഭിനയിച്ചിട്ടുള്ളത്. ഓംപുരി, രാജ്പാൽ യാദവ് ആണ് മറ്റ് അഭിനേതാക്കൾ. ഒരുപിടി ഗാനങ്ങളും തമാശകളും എല്ലാം നിറഞ്ഞ നല്ലൊരു ചിത്രം തന്നെയാണ് ചൽ ചലാ ചൽ. 1991-ൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത ഒരു മികച്ച കോമഡി എൻ്റർടൈനർ ചിത്രമായിരുന്നു കിലുക്കം. മോഹൻലാൽ, രേവതി, ജഗതി ശ്രീകുമാർ, ഇന്നസെൻ്റ്, തിലകൻ തുടങ്ങിയവരായിരുന്നു പ്രധാന അഭിനേതാക്കൾ. പൂർണ്ണമായും ഊട്ടിയിൽ വെച്ച് ചിത്രീകരിച്ച ഈ ചിത്രത്തിൽ മികച്ച ഒരുപിടി ഗാനങ്ങളുമുണ്ട്. ചിത്രത്തിൽ മികച്ച അഭിനയം കാഴ്ചവെച്ച രേവതി തന്നെയാണ് ചിത്രത്തിൻ്റെ ഹിന്ദി റീമേക്കിലും അഭിനയിച്ചിട്ടുള്ളത്. SP വെങ്കടേഷ്, ബിച്ചു തിരുമല, MG ശ്രീകുമാർ കൂട്ടുകെട്ടിൽ കിലുകിൽ പമ്പരം എന്ന ഒരു മനോഹരമായ ഗാനം ചിത്രത്തിലുണ്ട്. കിലുക്കം എന്ന ചിത്രം പ്രിയദർശൻ ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്തതാണ്. മുസ്കുരാഹത്ത് എന്ന ചിത്രം. ജയ് മെഹ്തയാണ് നായകൻ. അമരീഷ് പുരി, രേവതിയാണ് മറ്റ് അഭിനേതാക്കൾ. മികച്ച ഒരുപിടി ഗാനങ്ങളും ചിത്രത്തിലുണ്ട്. 1986-ൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത മറ്റൊരു സൂപ്പർ ഹിറ്റ് എൻ്റർടൈനർ ചിത്രമാണ് താളവട്ടം. മികച്ച ഗാനങ്ങളും അഭിനേതാക്കളുടെ മികച്ച അഭിനയ പ്രകടനങ്ങളും നിറഞ്ഞ ഒരു ചിത്രമാണ് താളവട്ടം. മോഹൻലാൽ, കാർത്തിക, സോമൻ, ലിസി, ജഗതി ശ്രീകുമാർ, നെടുമുടി വേണു, മണിയമ്പിള്ള രാജു തുടങ്ങിയവരാണ് പ്രധാന അഭിനേതാക്കൾ. പൂവച്ചൽ ഖാദറാണ് ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത്. സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് രഘുകുമാറാണ്. യേശുദാസ്, ചിത്ര തുടങ്ങിയവരാണ് ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ളത്. 2005-ൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത താളവട്ടത്തിൻ്റെ ഹിന്ദി റീമേക്കാണ് കിയോൺ കി. മോഹൻലാൽ, കാർത്തിക അഭിനയിച്ച കഥാപാത്രത്തെ സൽമാൻ ഖാനും കരീന കപൂറുമാണ് അഭിനയിച്ചിട്ടുള്ളത്. നെടുമുടി വേണു അഭിനയിച്ച കഥാപാത്രത്തെ ജാക്കി ഷറൂഫും, സോമൻ അഭിനയിച്ച കഥാപാത്രത്തെ ഓംപുരിയും, ലിസിയുടെ കഥാപാത്രത്തെ റീമി സെന്നുമാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ചിത്രത്തിൻ്റെ തമിഴ് റീമേക്കാണ് മനസ്സുക്കുൾ മത്താപ്പു. പ്രഭു, ശരത് ബാബു, ശരണ്യ, ലിസി തുടങ്ങിയവരാണ് ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. മോഹൻലാൽ, തിലകൻ, പാർവതി, കവിയൂർ പൊന്നമ്മ, മോഹൻരാജ് തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളിൽ അഭിനയിച്ച ഒരു മികച്ച ഹിറ്റ് ചിത്രമാണ് കിരീടം.
ലോഹിതദാസിൻ്റെ രചനയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത ഈ ചിത്രം 1989 റിലീസായത്. ചിത്രത്തിൽ മോഹൻരാജിൻ്റെ കീരിക്കാടൻ ജോസ് എന്ന വില്ലൻ കഥാപാത്രവും മോഹൻലാലിൻ്റെ സേതുമാധവൻ എന്ന കഥാപാത്രവും മോഹൻലാലിൻ്റെ അച്ഛൻ്റെ വേഷത്തിൽ തിലകനും അസാധ്യ അഭിനയം കാഴ്ചവെച്ചു. മകനെ സബ് ഇൻസ്പെക്ടറാക്കാൻ സ്വപ്നം കണ്ടുകിടന്ന് ഒടുവിൽ കൊലപാതകിയും ഗുണ്ടയുമായി മാറുന്നത് കണ്ട ഒരു നിസ്സഹായനായ പോലീസുകാരൻ്റെ വേഷമായിരുന്നു തിലകൻ്റേത്. ജോണി, ജഗതി ശ്രീകുമാർ, മണിപിള്ള രാജു, മുരളി തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ. കിരീടം എന്ന ചിത്രം പ്രിയദർശൻ ഹിന്ദിയിൽ റീമേക്ക് ചെയ്തതാണ് ഗർദിഷ് എന്ന ചിത്രം. മോഹൻലാലും തിലകനും അഭിനയിച്ച വേഷത്തിൽ അമരേഷ് പുരിയും ജാക്കി ഷറഫുമാണ് അഭിനയിച്ചിട്ടുള്ളത്. കബീർ പൊന്നമ്മയുടെ വേഷത്തിൽ ഫരിദ ജലാലും പാർവതിയുടെ വേഷത്തിൽ ഐശ്വര്യയും അഭിനയിച്ചിട്ടുണ്ട്. മുകേഷ് ഋഷിയാണ് വില്ലൻ കഥാപാത്രത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. മുരളി അഭിനയിച്ച കഥാപാത്രത്തിൽ സുരേഷ് ഒബറോയും അഭിനയിച്ചിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.